ശ്രീഭഗവാൻ ഉവാച സന്യാസഃ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. സന്യാസഃ കർമ്മണാം പരിത്യാഗഃ കർമ്മയോഗഃ ച തേഷാം അനുഷ്ഠാനം തൗ ഉഭൗ അപി നിശ്രേയസകരൗ മോക്ഷം കുർവാതേ ജ്ഞാനോത്പത്തി ഹേതുത്വേന. ഇവിടെ സർവസംഗ പരിത്യാഗരൂപമായ സന്യാസവും സന്യാസശ്ച കർമ്മയോഗശ്ച നിശ്രേയസകരവു ഉഭൗ, രണ്ടും നിശ്രേയസം എന്ന് വെച്ചാൽ മോക്ഷം എന്നർത്ഥം. ധർമ്മം എന്നൊരു പദമുണ്ട്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ധർമ്മത്തിന് ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ ഏത് നമ്മൾക്ക് ലോകജീവിതത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ലോകത്തിൽ ശാന്തിയോടുകൂടെ പരസ്പര പ്രിയത്തോടുകൂടെ സമബുദ്ധിയോടുകൂടെ ഇരിക്കാൻ അനുവദിച്ചുകൊണ്ട് നമ്മൾക്ക് പാരമാർത്ഥികമായ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കുമോ അതിന് പേരാണ് ധർമ്മം. യഹ സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതു സധർമ്മ. അഭ്യുദയം എന്ന് വെച്ചാൽ ലോകത്തിൽ ഉള്ള ജീവിതം, ആ പ്രാരബ്ധം തീർക്കുകയും നിശ്രേയസത്തിന് വഴി കാണിച്ചു തരിക എന്ന് വെച്ചാൽ ജീവന് പൂർണ്ണമായ മുക്തി സാമ്രാജ്യത്തിനെ കൊടുക്കുകയും ആത്മസാക്ഷാത്കാരത്തിന് കാണിച്ചു തരികയും ചെയ്യുന്നതിന് പേരാണ് ധർമ്മം. അപ്പോ ഇവിടെ അർജുനൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിശ്രേയസത്തിനുള്ള വഴി പറഞ്ഞു തരൂ എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ എനിക്ക് മതി, ഞാൻ ലോകം ധാരാളം കണ്ടു, ആളുകളുടെ ആഗ്രഹവും ആസക്തിയും, അതുകൊണ്ടാണല്ലോ ഇവിടെയൊക്കെ വാളും കുന്തവും ഒക്കെ പിടിച്ച് എല്ലാവരും നിൽക്കുന്നത് അല്ലേ? യുദ്ധം ചെയ്യാനായിട്ട് പരസ്പരം വെട്ടാനും കുത്താനും ആളുകൾ കൂടി നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഇവർക്ക് ജീവിതത്തിന്റെ പാരമാർത്ഥിക ലക്ഷ്യം എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഭൗതിക പദാർത്ഥങ്ങളും നാടും വീടും ഒക്കെയാണ് മുഖ്യമെന്ന് കരുതിയിട്ടാണല്ലോ ദുര്യോധനൻ പറഞ്ഞത്, ഞാൻ തരില്ല എന്ന് പറഞ്ഞതും പാണ്ഡവർ അവിടെ യുദ്ധത്തിന് പോയതും ഒക്കെ ആ വിവരക്കേട് കൊണ്ടാണല്ലോ. എല്ലാത്തിനു പുറകിലും എന്താ ഉള്ളത്? കുറച്ചൊരു സാങ്കല്പികമായ ഭൂമി അല്ലേ? ഈ ഭൂമി എന്റെ ആണെന്നാണ്. ഈ ഭൂമി എന്റെ ആവുമോ എപ്പോഴെങ്കിലും? ഞാൻ ചത്ത് മണ്ണടഞ്ഞു പോകുമോ അതിനകത്ത്? ഇത് എന്റെ ആണെന്ന് പറയുന്നത് വലിയ വിവരക്കേടാണ്. മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ടാണ് പരസ്പരം തല്ലുകൂടണത് അല്ലേ? ഈ ഭാഗം ഒരു നദി കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒഴുകുന്ന നദിയുടെ വെള്ളത്തിന്റെ പേരിൽ എത്ര തല്ലാ നോക്കൂ. ഒരു ബോർഡറിന്റെ പേരിൽ എത്ര തല്ല. വേലി ഇത്രയും അങ്ങോട്ട് നീക്കിക്കെട്ടി എന്ന് പറഞ്ഞാൽ എത്ര ബഹളം കൂട്ടണു ആളുകള്. ഒരു ഇഞ്ച് ഭൂമി മില്ലിമീറ്ററിനൊക്കെയാണ് ഇപ്പൊ വില വരുന്നത്. ഇനി പതുക്കെ കൊച്ചിയിലൊക്കെ, എറണാകുളത്തിലും കൊച്ചിയിലൊക്കെ മില്ലിമീറ്ററിനൊക്കെ വില വരും. സ്ക്വയർ സെന്റിമീറ്റർ അങ്ങനെയൊക്കെയാണ്. നമ്മൾ എന്തു മടയത്തരവാ ചെയ്യണത്? ഇതൊക്കെ പാശ്ചാത്യരുടെയാണ്. കുറെ കാലം മുമ്പ് ഇവിടെ ഭൂമിയെ വിൽക്കലൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കും. കുറെ കഴിയുമ്പോ അത് ചിലപ്പോ സർക്കാർ പതിച്ചു കൊടുക്കും. പതിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആർക്കും അറിയൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പോകും ഭൂമിയിൽ. അത്ര തന്നെ. അമേരിക്കയിൽ ആദ്യമായിട്ട് ഈ യൂറോപ്യൻസ് പോയപ്പോ അവിടുത്തെ റെഡ് ഇന്ത്യൻസ് ഒക്കെ പാവം, അവരൊന്നും ഭൂമി അവരുടേതാണെന്നൊന്നും കരുതിയില്ല, എവിടെയെങ്കിലുമൊക്കെ കുടിൽ കെട്ടി താമസിക്കുകയാണ്. അവരുടെ അടുത്തൊക്കെ പോയി കടലാസുകളുടെ പ്രാമുഖ്യവും എഴുത്തുകുത്തുകളുടെ പ്രാമുഖ്യവും പറഞ്ഞു കൊടുത്തിട്ട് ഈ എഴുത്തുകുത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കണതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഒപ്പിടാനൊക്കെ പഠിപ്പിച്ചു അവരെ. എന്നിട്ട് ഒരു കടലാസിൽ എന്തൊക്കെയോ എഴുതിയിട്ട് അവരുടെ അടുത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഒപ്പിടൂ എന്ന് പറഞ്ഞു. അവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഈ ഭൂമിയൊക്കെ ഞങ്ങളുടെ ആയി, നിങ്ങൾ ഇവിടുന്ന് പോകണം. അവർക്കൊന്നുമേ മനസ്സിലായില്ല പാവം. അവർക്ക് യാതൊന്നും മനസ്സിലായില്ല, എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല. അവര് വിചാരിച്ചത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്നു, ഭൂമിക്ക് നമ്മൾ സ്വന്തം, ഭൂമി എങ്ങനെ നമുക്ക് സ്വന്തമാവും? ഇതാണ് അവരുടെ ആശയം. ഭൂമി നമ്മളുടെ സ്വന്തമാക്കാനായിട്ടാണ് ആളുകൾ ഓടി നടക്കുന്നത്. അവസാനം ചത്തുപോകുന്നു, പാപം, ശിവശിവ, എല്ലാം പോകും. അപ്പൊ അതാണ്, അതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെയൊക്കെ വാളും കൊന്തവും പിടിച്ച് എല്ലാരും നിൽക്കുന്നത്. ഈ യുദ്ധത്തിനെയാണ് നമ്മൾ കോരിത്തരിച്ച് ത്രസിപ്പിക്കുന്ന യുദ്ധമൊക്കെ ആയിട്ട് നമ്മൾ മഹാഭാരതത്തിൽ വ്യാസൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഭഗവാൻ അതാണ് ഗീതയില് 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങളൊക്കെ ധർമ്മം ക്ഷയിച്ചു പോയത് കൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് വ്യക്തമായി കൃഷ്ണൻ പറഞ്ഞു 4-ാമത്തെ അധ്യായത്തിൽ. ഞാൻ പണ്ട് സൂര്യന് ഉപദേശിച്ചു, സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു, പരമ്പരയാ വന്ന യോഗം നഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യണത്.
ബ്രാഹ്മണത്വം നഷ്ടപ്പെട്ടുപോയി എന്ന് ശ്രീശങ്കരൻ ആദ്യം തന്നെ പറഞ്ഞു. ബ്രാഹ്മണത്വസ്യ ഹി രക്ഷണേ രക്ഷിതോ സ്യാദ് വൈദികോ ധർമ്മ. ബ്രാഹ്മണത്വം ഉണ്ടെങ്കിലേ വൈദിക ധർമ്മം രക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പോഴേ ക്ഷത്രിയം നന്നായിട്ടിരിക്കുകയുള്ളൂ. അപ്പോഴേ ഇവർ തമ്മിൽ യുദ്ധം ചെയ്യലും പിടിച്ചടക്കലുമല്ല, അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കലും ശാന്തമായിട്ട് ധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കലുമാണ് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് നിഷ്കാമ്യമായിട്ട് ആളുകൾ ജീവിക്കും. അതിനു പകരം ആ ധർമ്മം അറിയാത്തത് കൊണ്ടാണ് ക്ഷത്രിയന്മാരുടെ ധർമ്മം യുദ്ധം ചെയ്യലാണ് എന്നൊരു മഠയത്തരം വെച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ അമ്പും വില്ലും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോ ഇവിടെ അർജുനൻ പറയണത് എനിക്ക് നിശ്രേയസത്തിനുള്ള വഴി കാണിച്ചു തരൂ. നിശ്ചയമായിട്ടും യുദ്ധം ചെയ്യണത് നിശ്രേയസത്തിനുള്ള വഴിയല്ല. പക്ഷെ യുദ്ധം ആസന്നമായി കഴിഞ്ഞു, യുദ്ധഭൂമിയിൽ വന്നു കഴിഞ്ഞു. ഉപേക്ഷിക്കണമെന്നൊരു വശത്തുണ്ട്. ഉപേക്ഷിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ശരിയാവില്ല. ഇയാളുടെ ഉള്ളിൽ യുദ്ധവാസനയുണ്ട്, ഇയാൾ ഉള്ളിൽ യുദ്ധം ചെയ്യും. ഈ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ പിന്നെ യുദ്ധം ചെയ്യും. ഇയാളുടെ ഓരോ സെൽസിലും യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് പ്രകൃതിസ്ത്വാം നിയോക്ഷതി എന്ന് ഭഗവാൻ പറഞ്ഞത്. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാലും യുവർ വെരി നേച്ചർ വിൽ ഫോഴ്സ് യു ടു ഡു ഇറ്റ്. ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അറിവൊന്നും ഇതിന് സംരക്ഷണമല്ല. ഉള്ളിലുള്ളത് യജിച്ച് നീക്കുക തന്നെ വേണം. അത് തന്റെയും മാത്രം അല്ല, ഈ പ്രകൃതിയുടെ മുഴുവൻ സ്വത്താണ് തന്റെ ഉള്ളിൽ യുദ്ധരൂപത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കർമ്മം എന്ന് പറയണത് എന്താ? ഈ വില്ല് അർജുനൻ അമ്പ് വിടുന്നുണ്ടല്ലോ, അതല്ല കർമ്മം. ഭഗവാൻ കർമ്മം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അർജുനന് ദ്രോണാചാര്യര് യുദ്ധം പഠിപ്പിക്കുമ്പോ പാചകക്കാരൻ ഒരാളുണ്ടായിരുന്നു അത്രേ, ഭക്ഷണമൊക്കെ പാചകം ചെയ്തു കൊടുക്കും. അയാളുടെ അടുത്ത് ദ്രോണാചാര്യര് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും അർജുനന് ഇരുട്ടിൽ ഭക്ഷണം കൊടുക്കരുത്, അവൻ ഭക്ഷണം കഴിക്കുമ്പോ വിളക്ക് കെട്ടുപോവാതെ നോക്കിക്കൊള്ളണം എന്ന് പാചകക്കാരനോട് പറഞ്ഞിരുന്നു അത്രേ ദ്രോണാചാര്യർ. അദ്ദേഹം അതിനു മേലെയുള്ള ആളും. പക്ഷെ ഒരു ദിവസം അർജുനൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വിളക്ക് കെട്ടുപോവുകയും അർജുനന് എന്തോ മനസ്സിലായി ഉള്ളില്. എന്താ? കൈക്കും വായിക്കും വിളക്കൊന്നും വേണ്ടല്ലോ, റൂട്ട് അറിയണുണ്ടല്ലോ അല്ലേ? അത് കണ്ടുപിടിച്ചു. അതിൽ നിന്നും വേറെ ഒരു കാര്യം തെളിഞ്ഞു അർജുനന്. അപ്പോ വസ്തുക്കളെ കാണാതെ തന്നെ അമ്പയ്യാമെന്ന് കണ്ടു. അപ്പൊ ഒരു ദിവസം രാത്രി എവിടെയോ ഈ ഞാണു വലിക്കുന്ന ശബ്ദം കേട്ട് ദ്രോണൻ ചോദിച്ചു, അർജുനൻ എവിടെ? അർജുനൻ എന്താ ഇരുട്ടത്ത് എവിടെയോ എന്തോ അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദ്രോണൻ ചെന്ന് ചോദിച്ചു അർജുനനോട്, തനിക്ക് ഇതാര് പറഞ്ഞു തന്നു? അർജുനൻ പറഞ്ഞു, ഇതുപോലെ ഇന്നലെ ഊണ് കഴിക്കുമ്പോ വിളക്ക് കെട്ടുപോയി, അപ്പൊ തോന്നിയതാണത്. ഇത് ഭീമനൊന്നും തോന്നിയില്ലല്ലോ, അത് വഴുങ്ങിയിട്ട് പോയി. ധർമ്മപുത്രർക്ക് തോന്നിയില്ലല്ലോ, അദ്ദേഹം വല്ല ധർമ്മശാസ്ത്രം ചിന്തിച്ചിരുന്നിട്ടുണ്ടാവും. അന്ധകാരത്തിൽ ഊണ് കഴിക്കരുതെന്ന് എവിടെയോ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം മിണ്ടാതിരുന്നു. നകുലനോ സഹദേവൻ, അദ്ദേഹം ആരാ ജ്യോതിഷിയായിട്ടുള്ള ആള്, അദ്ദേഹം അമാവാസയാണോ അതൊക്കെ നോക്കിയിട്ടിരുന്നുണ്ടാവും. അവരവരുടെ വാസന, ഈ ഉള്ളിലുള്ള സംസ്കാരം ഉണ്ടല്ലോ, ഇരുട്ടത്ത് പോയപ്പോഴും ആ യുദ്ധം ചെയ്യാനുള്ളത് കണ്ടുപിടിച്ചത്, അതാണ് അയാളുടെ ഉള്ളിലുള്ള കർമ്മം. അതായത് അയാളുടെ ശരീരത്തിൽ മുഴുവൻ ആ ധനുർവിദ്യയ്ക്ക് വേണ്ടിയുള്ള കഴിവിനെ നിറച്ചു വെച്ചിട്ടാണ് അർജുനൻ എന്ന് പറഞ്ഞ ആ ശരീരം തന്നെ കൊടുത്തിരിക്കുന്നത്. കുഴക്കട്ട ഉണ്ടാക്കുമ്പോ ആദ്യം പൂർണ്ണം ഉരുട്ടിയിട്ട് പുറമേക്ക് മാവ് വെക്കണ പോലെ ആദ്യ അർജുനൻ എന്ന് പറയുന്ന സംസ്കാരം ഉണ്ടാക്കിയ ശേഷമാണ് അർജുനന്റെ ശരീരത്തിനെ പുറത്തുണ്ടാക്കിയിരിക്കുന്നത് പ്രകൃതി. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നിനക്കതൊന്നും പുറത്ത് ചാടാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഇപ്പൊ നീ പറയണത് അവിദ്യയാണ്, മോഹമാണ്. അതായത് നിന്റെ സ്വഭാവത്തിനെ അറിയാതെയാണ് നീ പറയണത് ഞാൻ ചെയ്യില്ല എന്ന്. നീ ഇപ്പൊ ചെയ്യേണ്ടത് യുദ്ധം, നിന്റെ ഉള്ളിലുള്ള ഈ യുദ്ധവാസന നിന്റെ നിശ്രേയസത്തിന് എന്തായാലും തടസ്സമാണ്. അത് ഏത് വാസനയായാലും തടസ്സമാണ്. ഇപ്പൊ ഈ ശാസ്ത്രമൊക്കെ പഠിക്കണ്ടല്ലോ, അതും തടസ്സമാണ്. സംഗീതമായാലും തടസ്സമാണ്, പാചകകലയായാലും തടസ്സമാണ്. അത് ഒരു കഴിവായിട്ട്, ഒരു ഫാക്കൽറ്റി, ഒരു പവറായിട്ട് നമ്മൾക്ക് ലോകത്തിലേക്ക് പുറമേക്ക് പോവാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അത് തടസ്സമാണ്.
അത് ഈശ്വരാർപ്പിതമായി തീർന്ന് ഭഗവാന് തന്നെ അർപ്പിച്ചു കഴിയുമ്പോൾ തടസ്സമല്ലാതായിട്ട് തീരും എന്തും. അപ്പോ ക്ഷത്രിയന്മാരുടെ ക്ഷത്രിയ വീര്യം ഭഗവാന് അർപ്പിതമായാൽ അവർക്ക് വിമുക്തിക്ക് മാർഗമായിട്ട് തീരും. ആ ഭഗവത് അർപ്പിതം എന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്നു. അന്തര്യാമിയായി ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്ന ആ വസ്തുവാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ കർത്താവുമല്ല, ഭോക്താവുമല്ല. ഇതുകൊണ്ട് ലോകത്തിന് മംഗളമുണ്ടാവട്ടെ, ലോകസംഗ്രഹം ഉണ്ടാവട്ടെ, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യില്ല. നമ്മൾ തന്നെ അങ്ങനെയൊന്നും അംഗീകരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരാളെ വെടിവെച്ച് കൊന്നാൽ അയാളെ പിടിച്ച് ജയിലിലിടും. അതേ ആള് പട്ടാളത്തിലിരുന്ന് ഒരു 100 പേരെ വെടിവെച്ചാൽ അയാൾക്ക് അവാർഡ് കൊടുക്കും. ഇതിന് രണ്ട് നിയമത്തിനും എന്താ കാരണം? ഒരാൾ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തു, മറ്റേ ആള് നിസ്വാർത്ഥമായിട്ട് സമൂഹത്തിന് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ ചെയ്തപ്പോ നമ്മുടെ നിയമമൊക്കെ മാറി അവിടെ. അപ്പോ ചുരുക്കത്തിൽ സ്വാർത്ഥതയാണ് നമ്മൾ പാപമെന്ന് വിളിക്കുന്നത്. സ്വാർത്ഥതയാണ് ശിക്ഷിക്കപ്പെടേണ്ടതായിട്ട് നിയമത്തിൽ പോലും ഏകദേശം അംഗീകരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സ്വാർത്ഥതയെ എടുത്തു കളഞ്ഞിട്ട് പട്ടാളത്തിൽ 100 പേരെ വെടിവെച്ചു കൊന്നവൻ തനിക്ക് വേണ്ടിയല്ലല്ലോ ചെയ്യണത് അല്ലേ? ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യണത്. അയാൾ പട്ടാളം വിട്ടു വന്നാൽ തോക്കും കൊണ്ട് നടന്ന് വെടിവെക്കുവോ? ഭാഗവതം വായിച്ച് നടക്കും. പട്ടാളത്തിൽ 100 പേരെ വെടിവെച്ച ആളാണ്. അത് കഴിഞ്ഞ് റിട്ടയർ ആയിട്ട് വന്നപ്പോ ഇവിടെ ഭാഗവത സപ്താഹവും ഭാഗവതം വായിക്കൽ ഒരു കൊതുകുവിനെ പോലെ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്തു പറ്റി? അയാള് യുദ്ധത്തിൽ വെടിവെച്ചതും കൊന്നതും ഒന്നും അയാളെ ബാധിച്ചിട്ടേയില്ല. എന്താ? അയാൾ വെറും മെഷീന് പോലെയാണ് ചെയ്തത്. അവിടുന്ന് ചെയ്യാൻ പറഞ്ഞ് ചെയ്തു. തനിക്കൊന്നും അതിൽ സ്വാർത്ഥം നേടാനില്ല. തനിക്ക് പോലും ആപത്ത് വരാവുന്ന ഒരു ഘട്ടത്തിലാണ് ചെയ്തത്. താനും മരിച്ചു പോയേക്കാം. ആ ഘട്ടത്തിലൊക്കെയാണ് എന്തോ ചെയ്തു. അപ്പോ കർമ്മം നമ്മള് വെറും ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ചെയ്യണതെങ്കിൽ ഒരു കർമ്മം നമ്മളെ ബന്ധിക്കില്ല. അതിനു പുറകിൽ മോട്ടീവ് ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ ബന്ധിക്കും. ആ കർമ്മം അയാളിൽ വയലൻസിനെ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അയാൾ അവിടുന്ന് വിട്ടുവരുമ്പോ അയാൾ പിന്നെയും വയലന്റ് ആയിട്ടിരിക്കും. അപ്പൊ അർജുനനോട് ഭഗവാൻ ഇവിടെ പറയുന്നത് തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. കർമ്മത്തിനെ ചെയ്യുന്നതും യോഗമായിട്ട് ചെയ്യുന്നതും നല്ലതാണ്. കർമ്മത്തിനെ അപ്പാടെ ഉപേക്ഷിച്ച് ഏകാന്തത്തിൽ പോയി കുറച്ച് സ്ട്രഗിൾ ചെയ്ത്, കുറച്ച് തപസ് ചെയ്ത്, വിഷമിച്ച്, വേറൊരു വിധത്തിൽ വിഹിത കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് തപസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് വേദാന്തജ്ഞാനം നേടാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. പക്ഷെ രണ്ടിലും വെച്ച് ബെറ്റർ ഇരിക്കണ ആ പ്രകൃതിയുടെ തീരുമാനത്തിനെ അന്യഥാ ചെയ്യാതെ, നിങ്ങളെ പ്രകൃതി എവിടെ വെച്ചിരിക്കണോ, നിങ്ങൾക്ക് എന്ത് വേഷം തന്നിരിക്കണോ, എന്ത് ജോലി തന്നിരിക്കണോ, എന്ത് വിധത്തിലുള്ള സ്വഭാവം തന്നിരിക്കണോ, അതിനനുസരിച്ചുള്ള അനുകൂലമായ സാഹചര്യത്തിൽ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പതുക്കെ പതുക്കെ ആ സാഹചര്യത്തിനെ അതിജീവിച്ച് ആ സ്വഭാവത്തിനെ ഇല്ലാതാക്കി തീർത്ത്, ഞാൻ മനുഷ്യനല്ല, ദേവനല്ല, യക്ഷനല്ല, ഗന്ധർവനല്ല, കേവല നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്യമാണ്, എനിക്ക് കർമ്മങ്ങളില്ല, കർത്തവ്യങ്ങളില്ല, ബന്ധമില്ല എന്നു പറയുന്ന മുക്തിപഥത്തിൽ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാമെങ്കിൽ നിങ്ങൾ സമർത്ഥരാണ്. യോഗത്തിന്റെ കുശലത അറിഞ്ഞവരാണ്, കൗശലം അറിഞ്ഞവരാണ്. അതാണ് ഉള്ളതിൽ ബെറ്റർ എന്നാണ് ഭഗവാൻ പറയുന്നത്. തയോസ്തു കർമ്മസന്യാസ. ഇവിടെ കർമ്മസന്യാസം എന്ന് പറയുന്നത് ആത്യന്തികമായ വിദ്വത് സന്യാസം, ജ്ഞാനസന്യാസത്തിനെ കുറിച്ചല്ല. ഒരു സാധകൻ എന്ന നിലയിൽ സന്യാസം എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ആളെ കുറിച്ചാണ്. രാമകൃഷ്ണ മിഷനില്, രാമകൃഷ്ണ ആശ്രമത്തിലൊക്കെ സന്യാസം കൊടുക്കുക എന്നൊരു സമ്പ്രദായം വിവേകാനന്ദ സ്വാമികൾ തുടങ്ങിവിട്ടു. അപ്പോ അദ്ദേഹത്തിനും ഈ വിഷമം അറിയാം. ആളുകൾക്ക് സന്യാസിയൊന്നും ആവാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് സ്വാമി തന്നെ പറഞ്ഞത് എന്താ? നിങ്ങളിവിടെ സന്യാസത്തിന് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാതെ ലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് തയ്യാറായിട്ട് വരൂ എന്നാണ്. ഇനിയിപ്പോ സ്വാർത്ഥത നിങ്ങൾക്ക് നല്ലത് ചെയ്യില്ല, ദോഷം ചെയ്യുമെന്ന് നിങ്ങൾ അറിയുന്നു. അതുകൊണ്ട് നിസ്വാർത്ഥമായി ലോകമംഗളത്തിനായി പണിയെടുക്കാൻ, അനേകം ജീവജാലങ്ങൾക്ക് അക്കരയ്ക്ക് കടക്കാൻ ഒരു പാലം പണിയാൻ സേതു ബന്ധനം ചെയ്ത കുരങ്ങുകളെ പോലെ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാവും. അതിനുവേണ്ടി ഈ വേഷം വേണമെങ്കിൽ കെട്ടിക്കോളൂ. അപ്പൊ ആ സന്യാസവും ഒരു കർമ്മയോഗമാണ്. അത് വാസ്തവത്തിൽ സന്യാസമല്ല, കർമ്മയോഗമാണ്. അതിൽ ചിലവരൊക്കെ തന്നെ, പലരും ആ സമ്പ്രദായത്തിൽ ധാരാളം മഹാത്മാക്കൾ വന്നിട്ടുണ്ട്.
ഒരുപക്ഷെ ഈ അടുത്ത കാലത്തില് നമ്മളുടെ ഈ ഒരു ന്യൂ റിലീജിയസ് മൂവ്മെന്റ് തുടങ്ങിയത് രാമകൃഷ്ണ ആശ്രമം മിഷൻ മുതൽക്കാണ്. പിന്നെയാണ് ബാക്കി പുറകെ വന്നതൊക്കെ തന്നെ എപ്പോഴും അങ്ങനെയാണ്. ആദ്യം ഉണ്ടായതിന്റെ ഒരു പെർഫെക്ഷൻ പിന്നെ ഉള്ളതിൽ ഉണ്ടാവില്ല. പിന്നെ വന്നതിലൊന്നും അത്ര കണ്ട് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതിൽ ധാരാളം പേര് വന്നു. എല്ലാം പക്ഷെ കാലം കൊണ്ട് അസ്തമിച്ചു പോവുകയും ചെയ്യും. അതിലൊക്കെ അതിന്റെ ഇടയിൽ തന്നെ രാമകൃഷ്ണ പരമഹംസരുടെ ചില പരമഹംസന്മാരായ ശിഷ്യന്മാരെയും ഒക്കെ മുമ്പിൽ കണ്ടിട്ട് അത്രയും പക്വമായ ആളുകളൊക്കെ അവിടെ വരികയും അങ്ങനെ പരമഹംസന്മാരായിട്ടും ചിലർ ഇരിക്കുകയും ചെയ്തു. അതിൽ അപൂർവം ചിലർ, പക്ഷെ എല്ലാവർക്കും സാധിക്കില്ല. അപ്പൊ അങ്ങനെ സാധിക്കുന്നവർ പോകട്ടെ. 12-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ളവർ വളരെ വിരളമാണെങ്കിലും മഹാത്മാക്കളാണ്, അവര് പോട്ടെ. പക്ഷെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിന് തയ്യാറല്ലാത്തത് കൊണ്ട് കർമ്മയോഗോ വിശിഷ്യത്തെ, കർമ്മയോഗമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. കർമ്മയോഗം തന്നെയാണ് നമ്മൾ ഭാഗവത ധർമ്മം എന്നും പറയണത്. അതായത് നമ്മൾ എവിടെ ഇരിക്കണോ അവിടെ ഇരുന്നു കൊണ്ട് ഭാഗവത ധർമ്മം എന്നതിന് പേര് വരാൻ കാരണം ആളുകൾ ധരിച്ചിരിക്കുന്നത് ഭാഗവതം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞത് കൊണ്ടാണെന്നാണ്. അങ്ങനെയല്ല. ഭാഗവതം വരുന്നതിന് മുമ്പ് ഗീത വന്നു കഴിഞ്ഞുവല്ലോ. ഭഗവത്ഗീതയ്ക്ക് ശേഷമല്ലേ ഭാഗവതം വന്നിരിക്കുന്നത്. ഗീതാഭാഷ്യത്തിൽ ഭഗവാൻ ആചാര്യസ്വാമികൾ പലയിടത്തും ഭാഗവതം മതം, ഭാഗവതം ധർമ്മം എന്നൊക്കെ വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. അതൊക്കെ അതായത് ഭഗവാന്റെ മതം, കൃഷ്ണന്റെ അഭിപ്രായം, ആ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കുന്നവരെയാണ് ഭാഗവതന്മാര് എന്ന് പറയണത്. അല്ലാതെ പാട്ടുപാടുന്നവരെ ഭാഗവതരെന്ന് വിളിച്ച് നമ്മൾ ആ പാട്ടുപാടുന്നവരാണ് ഭാഗവതരെന്നൊരു ധാരണയുണ്ട്. ഭഗവാന്റെ മതത്തിനെ അനുസരിച്ച് ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഭാഗവതന്മാരെന്ന് പേര്. അവരെന്താ ചെയ്യണത്? അവർ സന്യാസികളും ആയിരിക്കാം, ഗൃഹസ്ഥന്മാരും ആയിരിക്കാം, നൈഷ്ഠിക ബ്രഹ്മചാരികളും ആയിരിക്കാം. ഭഗവാൻ അവരെ എവിടെ വെച്ചുവോ അവരവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവത് ഭജനം ചെയ്ത് ശാന്തി നേടി സർവസമർപ്പണം ചെയ്ത് പൂർണ്ണരാവാൻ യത്നിച്ചുകൊണ്ടേയിരിക്കും. അതിനാണ് ഭാഗവത മതം എന്ന് പേര്. ഇതാണ് അതിന് പ്രമാണം. തയോസ്ത് കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. അപ്പോ കർമ്മയോഗി സന്യാസിയാണ് എന്ന് ഭഗവാൻ പിന്നെ തിരിച്ചു പറയണം. അടുത്ത ശ്ലോകം നോക്കാം. ജ്ഞേയസ്സ നിത്യസന്യാസി യോ നദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യത്തെ. ജ്ഞേയഃ സ നിത്യസന്യാസി. നിത്യസന്യാസി എന്ന് വെച്ചാൽ എപ്പോഴും സന്യാസിയാണ് അയാൾ. അപ്പൊ എപ്പോഴും സന്യാസി അല്ലാതെ ഒരാളുണ്ടോ? ഇത്തിരി നേരം സന്യാസി ഇത്തിരി നേരം അസന്യാസി എന്നുണ്ടോ എന്ന് വെച്ചാൽ ഭഗവാന്റെ അഭിപ്രായത്തിലുണ്ടെന്നാണ്. എപ്പോ നിങ്ങൾ നിസ്വാർത്ഥരാകുന്നു അപ്പോഴൊക്കെ അസന്യാസിയാവും. എപ്പോ നിസ്വാർത്ഥരാകുന്നു അപ്പോഴൊക്കെ നിങ്ങൾ സന്യാസികളാവും. അപ്പൊ തികച്ചും നിസ്വാർത്ഥരായാൽ നിത്യസന്യാസിയാവും. സ്വാർത്ഥത ഒന്നു മാത്രമാണ് യോഗികളുടെ ദൃഷ്ടിയിൽ ഇംപ്യൂരിറ്റി, കളങ്കം ഉള്ളത്. ബാക്കിയൊന്നും കളങ്കമല്ല, സ്വാർത്ഥതയാണ് കളങ്കം. ആ സ്വാർത്ഥതയെ യജിക്കലാണ് യോഗം. ഭഗവാൻ അപ്പൊ പറയണത് നിത്യസന്യാസി ജ്ഞേയ, അയാളെ നിത്യസന്യാസി എന്ന് അറിയൂ. ആര്? യോ ന ദ്വേഷ്ടി ന കാംക്ഷതി. ഒന്നിനെയും വെറുക്കുന്നില്ല, ഒന്നും തനിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ ഈഗോ, അഹങ്കാരത്തിന്റെ വാർപ്പൻ വൂർഫ്, എന്താ പറയാ, അതിന്റെ ഓരോ നൂല്, ഇപ്പൊ മുണ്ടില് നൂല് പോലെ നമ്മളുടെ അഹങ്കാരത്തില് ഓരോ ഇഞ്ചിലും, അഹങ്കാരം എന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ ഓരോ കോശവും എന്താണെന്ന് വെച്ചാൽ സുഖം എനിക്ക് വരണം, ദുഃഖം എനിക്ക് വരാൻ പാടില്ല എന്നാണ്. സുഖം വരുമ്പോ ഉള്ളിൽ നമ്മൾ തുള്ളും, അതിന് ഹർഷം എന്ന് പേര്. ദുഃഖം വരുമ്പോ ഡിപ്രസ്ഡ് ആവും, അതിന് ശോകം എന്ന് പേര്. ഭഗവാൻ പറയണത് ഇതിനെ അങ്ങോട്ട് തിരിച്ചിടൽ എന്താന്ന് വെച്ചാൽ ദുഃഖം എത്ര വേണമെങ്കിൽ വരട്ടെ എന്നാര് ദുഃഖത്തിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നുവോ, എന്തിനെ നമ്മൾ സ്വീകരിച്ചാലും അത് നമുക്ക് അനുകൂലമായിട്ട് തീരും. ദുഃഖത്തിനെ ഒരാൾ സ്വീകരിക്കാൻ തയ്യാറായാൽ അയാൾക്ക് പിന്നെ എന്തിനാ ഭയപ്പെടാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭയം പോയി. നമുക്ക് ആകെപ്പാടുള്ള ഭയം എന്താ? നാളെ എന്തെങ്കിലും നമ്മൾക്ക് അഹിതം വരുമോ, ദുഃഖം വരുമോ എന്നാണല്ലോ പേടി. ഞാൻ എന്തു ദുഃഖം വേണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഒരാൾ തയ്യാറായി കഴിയുമ്പോൾ
അയാളെ എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതിക്ക് തന്നെ അയാളെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വേണമെങ്കിൽ നീ ചെയ്തോളൂ, ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മദ്രാസിലാണെന്ന് തോന്നുന്നു, ആരോ ഒരമ്മ ഒന്ന് പറഞ്ഞു, എനിക്ക് ക്ലിയർ ആയിട്ട് ചിലപ്പോ ആരാ പറഞ്ഞൊന്നും ഓർമ്മയുണ്ടാവില്ല. ശാരീരികമായി വല്ലാത്ത വിഷമം എന്തോ അനുഭവിച്ചുകൊണ്ട് കിടപ്പാണ്. അപ്പൊ അവര് പറഞ്ഞു, എന്താ ചെയ്യാം, വിഷമം സഹിക്കുകയ്യ. അപ്പൊ ആദ്യം പറഞ്ഞു, എന്നെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാനെ ശരണാഗതി ചെയ്ത് ആ ദുഃഖത്തിനെ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. വളരെ ബുദ്ധിമുട്ടാണ്. ശരീരത്തിന് വിഷമം വരുമ്പോ, വേദന വരുമ്പോ ഇപ്പൊ എനിക്ക് പറയാം, എനിക്ക് വന്നാലേ എനിക്ക് അറിയുള്ളൂ. ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയണതൊക്കെ കാര്യം എളുപ്പമാണ്. അത് വരുമ്പോ നമുക്ക് വിഷമുണ്ടാവും. പക്ഷെ ഒരു ഘട്ടത്തിൽ അതിനൊന്നും ചെയ്യാൻ പറ്റിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ let us see whether we can accept it. പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? എങ്ങനെ സ്വീകരിക്കാം? അപ്പോഴാണ് ഒരു ഇൻസിഡന്റ് ഓർമ്മ വന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ സ്വാമി ശിവാനന്ദ താരക് മഹാരാജൻ പറയവര്, അദ്ദേഹത്തിന് അവസാന കാലത്ത് പലവിധ വിഷമങ്ങൾ ശരീരത്തില്. അപ്പൊ അദ്ദേഹം പറയാണ്, കാളിക്ക് ആടിനെ വെട്ടും കൽക്കട്ടയിലൊക്കെ, അതുപോലെ ഞാൻ ആ ഭഗവാന്റെ ഒരു ആടാണ്. ആ ഭഗവാന് വേണമെങ്കിൽ എന്റെ കഴുത്തിൽ ഒറ്റ വെട്ട് വെട്ടിയിട്ട് എന്നെ ഇല്ലാതാക്കാം, കൊല്ലാം. അങ്ങനെയാവുമ്പോ എളുപ്പമാവും, വേദന അറിയാതെ വിഷമിക്കാം. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ആടായതുകൊണ്ട് അത് എന്നെ കഴുത്തിൽ വെട്ടണോ അല്ല വാലുഭാഗത്തുനിന്ന് കുറച്ചു കുറച്ചായിട്ട് മുറിച്ചുകൊണ്ട് വരണോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ഐ ഹാവ് നോ റൈറ്റ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോ ഇഷ്ടം എന്നെ പതുക്കെ പതുക്കെ മുറിച്ചു കൊല്ലാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് അനുഭവിക്കുക തന്നെ. ഈ ഒരു ഭാവത്തിൽ തന്റെ ആണ് ഈ ശരീരം എന്നുള്ള ഭാവം പോയി ഈ ശരീരത്തിനെ ഭഗവാൻ അർപ്പിച്ചു കഴിഞ്ഞു. അതിൽ വേദനയും വിഷമങ്ങളും ഒക്കെ ഭഗവാന്റെ ഇഷ്ടമാണ്. വേറെ ഒരു വാദം എന്താന്ന് വെച്ചാൽ, പ്രാരബ്ധകർമ്മം അനുഭവിച്ചു പോവാണ്, അനുഭവിച്ച് തീരട്ടെ, അനുഭവിക്കാം. അനുഭവിച്ച് തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചില മലയുടെ മുകളിൽ കയറാനായിട്ട് വിഷമിച്ച് കയറണുണ്ടല്ലോ അല്ലെ, അവിടെ കയറി കഴിയുമ്പോൾ ഒരു സുഖം, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വിഷമിക്കുന്നത്. അതുപോലെ ഈ വിഷമത്തിന്റെ അന്ത്യത്തിൽ ഭഗവാനെ നമ്മൾ കാണാൻ പോണു, ഭഗവത് സുഖത്തിനെ അനുഭവിക്കാൻ പോണു. എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ വിഷമമൊക്കെ അങ്ങോട്ട് അനുഭവിക്കാം. അപ്പൊ നദ്വേഷ്ടി എന്നാണ്, ഒരു അനുഭവത്തിനെയും അവൻ ദ്വേഷിക്കുന്നില്ലയോ. അതുകൊണ്ടാണ് ചിലപ്പോൾ ജീവിതത്തിൽ പല ദുഃഖങ്ങളിലൂടെയും കടന്നുപോയ ആളുകൾക്ക് അസാമാന്യ ധൈര്യമായിരിക്കും. കാരണം വെള്ളം തലയ്ക്ക് മേലെ പോയാൽ 10 അടി പോയാൽ എന്താ, 100 അടി പോയാൽ എന്താ, മേലെ പോയി കഴിഞ്ഞു, ഇനി എവിടെ വേണമെങ്കിൽ പോട്ടെ എന്നാണ്. അതുപോലെ കുറെയൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ അതിനോടുള്ള പേടി പോയേ. വേറെ ഒരു കാര്യമുണ്ട് അതിന്. കുറേ ദുഃഖം ശാരീരികമായും മാനസികമായും ദ്രവ്യപരമായും ഒക്കെ അനുഭവിച്ച് കഴിയുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഈ ജീവന്റെ ജ്ഞാനം ഒരു തെളിച്ചം തരും. ഞാൻ ഈ ദുഃഖത്തിനെയൊക്കെ വെറുതെ പേടിച്ചതാണ്, ഇതൊന്നും എന്നെ തൊടണേ ഇല്ല എന്ന് ജ്ഞാനപരമായി ഇയാൾക്കൊരു ഇൻസൈറ്റ് ഉള്ളിലുണ്ടാവും. ഞാൻ വെറുതെ ഭയപ്പെട്ടതാണ്, ഇതൊക്കെ സിനിമ കണ്ടോ സ്വപ്നം കണ്ടോ ഭയപ്പെടുന്ന പോലെയാണ്. വാസ്തവത്തിൽ ഈ ശരീരത്തിന്റെ വേദനയോ ദ്രവ്യങ്ങളുടെ നഷ്ടമോ ഒന്നും തന്നെ ഉള്ളിന്റെ ഉള്ളിലുള്ള സത്തയെ തൊടുന്നില്ല. ജ്ഞാനത്തെളിവുള്ള ആളുകൾക്ക് മറ്റുള്ളവരിലും അത് കണ്ടാൽ കാണും. ചിലരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയൊന്നും വേദനയൊന്നും അവരെ ബാധിക്കണില്ല. കുറെയൊക്കെ വിഷമിക്കും. ആ വിഷമമൊക്കെ കുറച്ചു കാലം അത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ശരിയാവും. ചില ആളുകൾ തന്നെ പറയും, ചിലർക്ക് ചില വേദന, ഇടുപ്പ് വേദന ഒക്കെ ആയി കുറെ കഴിയുമ്പോ അവരൊക്കെ മാറിയെന്ന് വിചാരിച്ച് ഞാൻ ചിലപ്പോ ചോദിക്കും, ഇപ്പൊക്കെ പോയിന്ന് തോന്നുന്നു. അതൊക്കെ പഴകി പോയിന്ന്. അത് പാർട്ട് ആൻഡ് പാർസൽ ആയിരിക്കണമെന്നാണ്. അത് തന്നെ ഒരു തസ്യ പരമം തപഃ യദ്വ്യാഹിതസ്തപതി എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. അത് അയാളുടെ പരമമായ ഒരു തപസ്സാണ്. പരമമായ ലോകങ്ങളെ അയാൾ നേടും എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നു. അതായത് വ്യാധിഗ്രസ്തനായിട്ടുള്ളവൻ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നു, ആ വിഷമങ്ങളൊക്കെ തന്നെ ബോധപൂർവം തന്നിൽ സ്വീകരിച്ച് തന്റെ പ്രാരബ്ധക്ഷയമാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള അറിവ് കൊണ്ടോ മറ്റോ ഒക്കെ അതിനെ ജീർണിപ്പിക്കുമ്പോ തസ്യ പരമം തപഃ എന്നാണ് ശ്രുതി പറയുന്നത്. എത്രയൊക്കെ ഉണ്ട് നോക്കൂ. ജീവിതശാസ്ത്രമാണത്. അപ്പൊ അങ്ങനെയൊക്കെ അനുഭവിച്ച് അങ്ങോട്ട് ജീർണിപ്പിച്ച് ഡൈജസ്റ്റ് ചെയ്ത്
അതിനെ ഇല്ലാതാക്കാൻ ഒരാൾ തയ്യാറായാൽ അയാൾക്ക് പിന്നെ ഒന്നിനെയും ഭയമില്ല. അയാൾ സന്യാസിയാണ്. നദ്വേഷ്ടി. ആർക്ക് ദ്വേഷമില്ലയോ അയാൾക്ക് ആ ഒരു വസ്തുവും ആഗ്രഹമുണ്ടെങ്കിൽ ദ്വേഷം ഉണ്ടാവും. ആഗ്രഹം സാധിച്ചിട്ടില്ലെങ്കിൽ വിഷമം ഉണ്ടാവും. നമുക്ക് കിട്ടേണ്ട വസ്തു വേറെ ആർക്കെങ്കിലും പോയാൽ അയാളോട് ദ്വേഷം ഉണ്ടാവും. അതൊന്നുമില്ലെങ്കിലോ നദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വ. അയാൾ ദ്വന്ദ്വസുഖങ്ങളിൽ ആസക്തനല്ല. എന്നുവെച്ചാൽ മനസ്സെപ്പോഴും ദ്വന്ദ്വത്തിലാണ്. രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ. സുഖം വരുമ്പോ ദുഃഖത്തിനെ കുറിച്ച്, ദുഃഖം വരുമ്പോ സുഖത്തിനെ കുറിച്ചും, തണുപ്പ് ചൂട്, ഞാൻ നീ എന്നുള്ള ഭേദം, ഇങ്ങനെ ഈ ദ്വന്ദ്വങ്ങളിൽ പെട്ടുകൊണ്ടേയിരിക്കും. ഇതൊക്കെ തന്നെ ഈ അഹങ്കാരം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അഹങ്കാരത്തിനെ വിചാരജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കിയാൽ, അഹങ്കാരം ഉദിക്കാത്ത സത്യത്തിനെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ദ്വന്ദ്വം പോവും. ദ്വന്ദ്വാണി സർവാണി അഖിലാസ്ത്രിപുട്യ കിഞ്ചിത് സമാശ്രിത്യ വിഭാന്തിമസ്തു തന്മാർഗണേ സ്യാത് ഗളിതം സമസ്തം ന പശ്യതാം സത് ചലനം കഥാപി. സത്തിനെ ഉള്ളിൽ കണ്ടവന് പിന്നെ ചലനം ഉണ്ടാവില്ല. അപ്പോ നിർദ്വന്ദ്വ, അയാൾ നിർദ്വന്ദ്വനായിട്ട് തീർന്നു. നിത്യയോഗസ്ഥ എന്നൊക്കെ മറ്റുള്ള സ്ഥലത്ത് ഭഗവാൻ പറഞ്ഞു. അയാൾ നിത്യയോഗസ്ഥിതനാണ്. അയാളുടെ ദ്വന്ദ്വങ്ങളിൽ അയാൾ പോകുന്നേയില്ല. ദുഃഖം വരുമ്പോൾ ദുഃഖം മാത്രമേ ഉള്ളൂ അയാൾക്ക്. അയാൾ സുഖത്തിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖത്തിനെ വിഷമിക്കില്ല. ഒക്കെ കമ്പാരിറ്റീവാണ്. കുടിലിൽ കിടക്കുന്ന ആൾക്ക് ഒരു മേഞ്ഞ ഒരു വീട് കിട്ടിയാൽ സുഖം. നല്ല AC റൂമിൽ കിടക്കുന്ന ആൾക്ക് സാധാരണ വൃത്തിയായിട്ടൊരു റൂം കിട്ടിയാൽ ദുഃഖം അല്ലേ? നേരെ മറിച്ച് കുടിലിൽ കിട്ടിയാൽ കുടിലിൽ കിടക്കാം, ഒരു വൃത്തിയായ ഒരു മുറി കിട്ടിയാൽ അതിൽ കിടക്കാം, വളരെയധികം ഫർണിഷ്ഡ് ആയിട്ട് ഒരു റൂമാണോ കിട്ടിയെന്ന് വെച്ചാൽ അതിൽ കിടക്കാം. അയാൾ കിടക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് ചിന്തിക്കണില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല, ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല, ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല. അയാളില് ആ സ്ഥിതിയിൽ ഒരാൾക്ക് ഇരിക്കാമെങ്കിൽ, അയാളുടെ ധർമ്മത്തിനെ മാത്രം ചെയ്യുന്നുവെങ്കിൽ സുഖം ബന്ധാത് പ്രമുച്യതേ, സുഖമായ അയാൾ ബന്ധത്തിൽ നിന്ന് വിമുക്തനാവും. ക്ഷത്രിയന്മാർക്ക് അത് എളുപ്പമാണെന്നാണ് പറയുന്നത് ഭഗവാൻ. അതുകൊണ്ടാണ് ഇത് രാജവിദ്യയാണെന്നൊക്കെ പറയണത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് കൊട്ടാരത്തിൽ സ്വർണ്ണക്കട്ടിലിൽ കിടക്കയിൽ കിടന്നുറങ്ങുന്ന ആളുകളാണ് യുദ്ധഭൂമിയിൽ വന്ന് വെട്ടിയും മുറിഞ്ഞും ആ മണ്ണിലുമൊക്കെ കിടന്ന് ചത്തുപോണത്. ഒരു തരത്തിൽ ശരീരത്തിനെ വളരെയധികം സുഖിപ്പിക്കുന്നവരാണ് ആ മറ്റൊരു തലത്തിൽ ആ ശരീരത്തിനെ കൊല്ലാൻ കൊടുക്കാൻ തയ്യാറായിട്ട് വന്ന് നിൽക്കണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ടിനെയും കടന്നു പോവാം. നിർദ്വന്ദ്വോഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്ഛത്. ഇത് 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞതാണ്. ലോകത്തിൽ ജീവിക്കുക, ലോകകാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളുക, രാഗദ്വേഷമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വധർമാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുക, വിഷയസുഖങ്ങളൊന്നും ആസക്തിക്ക് വേണ്ടി അനുഭവിക്കാതിരിക്കുക, രാഗദ്വേഷവും വ്യുതസ്യ, രാഗദ്വേഷങ്ങളെ മാറ്റി നിർത്തി വിഷയങ്ങളിൽ സഞ്ചരിച്ചാൽ മനഃപ്രസാദമുണ്ടാകും എന്ന് ഭഗവാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞു. അപ്പോ രാഗദ്വേഷമില്ലാതല്ല ലോകത്തിൽ ജീവിക്കും. ഒന്നിനോടും പറ്റില്ല. കാരണം ഉള്ളുകൊണ്ട് അറിയണു ഈ വസ്തുക്കളൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് ഒട്ടിയിട്ട് കാര്യമില്ല. വിവേകം സദാ പ്രവർത്തിക്കണം. ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സുഖമായിട്ടുണ്ട്, ഇത് എപ്പോഴും കിട്ടില്ല. മാത്രമല്ല ഈ സുഖം പിന്നെ ദുഃഖമായിട്ട് തീരും, പലവിധ വ്യാധികളും രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഇതൊന്നും അധികമായി ഇതിലൊന്നും രമിക്കാൻ പാടില്ല. ഇതൊക്കെ തന്നെ വയറ് നിറയ്ക്കാൻ ഭക്ഷിക്കാൻ മാത്രമാണ്, വയറ് നിറയ്ക്കാനുള്ളത് മാത്രം മതി, ബാക്കിയൊക്കെ ദുഃഖകരമാണെന്ന് നിശിതമായി വെട്ടി നീക്കണം. ശരീരനിർവഹണത്തിന് വേണ്ടിയാണ് ലോകവ്യവഹാരമെന്ന് നിശ്ചയിക്കണം. അങ്ങനെ രാഗദ്വേഷങ്ങളില്ലാതെ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നാൽ മനസ്സ് ക്രമേണ പ്രസന്നമാവും. അങ്ങനെയുള്ള ആളെയാണ് ഭഗവാൻ കർമ്മയോഗി എന്ന് പറയണത്. അയാള് എല്ലാത്തിനെയും ഇട്ടിട്ട് പോയി വല്ലാതെ വിഷമിക്കുന്ന സാഖ്യയോഗിയെക്കാളും എളുപ്പത്തിൽ സുഖമായിട്ട് ബന്ധത്തിൽ നിന്നും വിട്ടുവരും. ഇന്നലെ പറഞ്ഞ പോലെ കൊട്ടത്തേങ്ങ വിട്ടുപോകുന്ന പോലെ വിട്ടുപോകും, ബുദ്ധിമുട്ടില്ലാതെ വിട്ടുപോകും. അങ്ങനെയുള്ള മാർഗം എല്ലാവർക്കും സുലഭമാണെന്നും അതുകൊണ്ട് അതാണ് നല്ലതെന്നും പറയാം. അപ്പോ അർജുനനൊരു സംശയം, ഈ ഒക്കെ വിട്ടുപോകുന്ന സന്യാസമാർഗവും ഈ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ആസക്തിയില്ലാതിരിക്കുന്ന മാർഗത്തിനും എന്താ വ്യത്യാസം?
രണ്ടിലും ആസക്തിയെ ജയിക്കലാണ് മുഖ്യം. സന്യാസമാർഗത്തിലും അതെ, ഈ കർമ്മയോഗ മാർഗത്തിലും അതെ. സന്യാസമാർഗത്തിൽ എല്ലാം വിട്ടിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇരുന്നിട്ട് അഭിമാനമൊന്നും പോയിട്ടില്ലെങ്കിൽ, ചിലരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിട്ടും തന്റെ നാട്ടിൽ തനിക്കുണ്ടായിരുന്ന വീടിനെ പറ്റിയും തന്റെ മക്കളുടെ ജോലിയെ പറ്റിയും തനിക്ക് എത്ര തോട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ സന്യാസിയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അയാളെ എന്ത് സന്യാസം? അപ്പോ സന്യാസമാണോ കർമ്മയോഗമാണോ? രണ്ടിലും ആസക്തി. സന്യാസം എന്ന് വെച്ചാലും നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഏകാന്തത്തിൽ പോയി ജ്ഞാനവിചാരം ചെയ്യുകയാണെങ്കിൽ നല്ലത്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നല്ലതാണ്, ശാന്തിയെ തരും. കർമ്മയോഗമാണെങ്കിൽ അതും നല്ലത്. പക്ഷേ ഇത് രണ്ടും വേറെയാണെന്ന് ആര് പറയണവോ അവര് രണ്ടിനെയും അറിയാത്തവരാണ് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകം. നോക്കാം. സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സാഖ്യയോഗോ പൃഥക് വിരുദ്ധ ഭിന്നഫലൗ ബാലാഹ പ്രവദന്തി ന പണ്ഡിതാഹ. ജ്ഞാനയോഗം അനുഷ്ഠിക്കുന്നവർക്കും കർമ്മയോഗികൾക്കും അതിന് കിട്ടുന്ന ഫലം രണ്ടാണ്, വിരുദ്ധമാണെന്ന് പറയുന്നവര് അറിവില്ലാത്തവരാണ്. ബാലാഹ, ബാലാഹ എന്ന് വെച്ചാൽ കുട്ടികൾ എന്ന് വെച്ചാൽ ഈ സ്പിരിച്വലി ദേ ആർ ബേബീസ്. അവർക്കറിയില്ല, വസ്തു അറിയാത്തത് കൊണ്ടാണ് പറയണത്. ന പണ്ഡിതാഹ, വാസ്തവത്തിൽ അറിവുള്ളവർ അങ്ങനെ പറയില്ല. പണ്ഡിതാഹ തു ജ്ഞാനിനഃ ഏകം ഫലം അവിരുദ്ധമിച്ഛന്തി. രണ്ടിനും ഫലം ഒന്ന് തന്നെയാണ് എന്ന് ജ്ഞാനികൾ അറിയുന്നു. അതാണ് അടുത്ത ശ്ലോകം. നോക്കൂ. യത് സാഖ്യൈഃ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. യത് സാഖ്യൈഃ പ്രാപ്യത്തെ സ്ഥാനം തദ് യോഗൈരപി ഗമ്യത്തെ. യത് സാഖ്യൈഃ ജ്ഞാനനിഷ്ഠൈഃ സന്യാസിഭിഃ പ്രാപ്യത്തെ സ്ഥാനം മോക്ഷാഖ്യം തദ് യോഗൈഃ അപി ജ്ഞാനപ്രാപ്തി ഉപായത്വേന ഈശ്വരേ സമർപ്യ കർമാണി ആത്മനഃ ഫലം അനഭിസന്ധായ അനുതിഷ്ഠന്തി ഏതേ യോഗാഃ യോഗിനഃ തൈഃ അപി പരമാർത്ഥജ്ഞാന സന്യാസപ്രാപ്തിദ്വാരേണ ഗമ്യത്തെ ഇതി അഭിപ്രായഃ. ആരാണോ സാഖ്യന്മാർ, ജ്ഞാനികൾ, അവരേതൊരു സ്ഥാനത്തിനെ നേടുവോ അത് കർമ്മയോഗികളായിട്ടുള്ളവരും നേടിയെടുക്കും. കർമ്മയോഗികൾക്ക് കർമ്മമാണ് പ്രധാനം. ജ്ഞാനയോഗികൾക്ക് ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതിൽ നിന്നൊക്കെ വേർപിരിഞ്ഞ് താൻ തന്റെ സ്വരൂപത്തിൽ നിൽക്കുന്നതാണ് പ്രധാനം. കർമ്മയോഗികൾക്ക് ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെയാണ് പ്രധാനം. അതിനെ എന്ത് ചെയ്യണു? നിരന്തരം ഉപയോഗിക്കണു. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടി അല്ല, അത്രയേ ഉള്ളൂ. നിരന്തരം ഉപയോഗിക്കണം, പണിയെടുത്തുകൊണ്ടേയിരിക്കും. ശരീരം കൊണ്ട് ശരീര വാങ് മനോഭിഹി യത് കർമ്മ പ്രാരഭതേ. ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്യുന്ന കർമ്മമൊക്കെ തന്നെ ഈശ്വരാർപ്പണത്തോടുകൂടെ അവർ ചെയ്യാണ്. അവരാണ് കർമ്മയോഗികൾ. നിരന്തരം പണിയെടുക്കുകയാണ്, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല. അങ്ങനെയുള്ള കർമ്മയോഗികൾ കുറെ കഴിയുമ്പോ എന്താവും? അവരുടെ ചിജ്ജട ഗ്രന്ഥി ഉപാധിദോഷം വിട്ടകലും. നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം ഓരോ പണിയിലും അതിനെന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കിക്കൊണ്ടേയിരിക്കും. അതിനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ ദേഹാദി ഉപാധികളോടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുവരും. അതിനെയാണ് നമ്മൾ ചിത്തശുദ്ധി എന്ന് പറയുന്നത്. സുഖം ബന്ധാത് പ്രമുച്യത്തെ എന്ന് ഭഗവാൻ കർമ്മയോഗികളെ പറയാനും കാരണം അതാണ്. അവര് പ്രവർത്തിക്കണം, അവർക്ക് പ്രവർത്തിക്കാനുള്ള വേഗമുണ്ട് അവരുടെ ഉള്ളിൽ. പക്ഷെ ആ പ്രവൃത്തിയൊക്കെ എന്തിനു വേണ്ടി? ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനു മുമ്പ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, പല കഥകളും ഇതിന്റെ ഉദാഹരണത്തിനായി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്താ അവരുടെ തൊഴിലെന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യും. പക്ഷെ അവരതിൽ ഫലത്തിലൊന്നും അവർ ആഗ്രഹിക്കണില്ല. കബീർ ജീവിത അവസാനം വരെ തുണി നെയ്തുകൊണ്ടിരുന്നു എന്നാണ്. തുണി നെയ്ത്തുകാരനായിരുന്നു അദ്ദേഹം. ജ്ഞാനിയായിരുന്നു, പരമഭക്തനായിരുന്നു, എല്ലാമായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പണി അദ്ദേഹം അവസാന കാലം വരെ ചെയ്തുകൊണ്ടിരുന്നു. തുണി നെയ്ത്ത് ചെയ്തുകൊണ്ടിരുന്നു. ആ തുണി നെയ്ത്ത് ചെയ്തിട്ട് രാജാക്കന്മാരൊക്കെ വന്ന് പറയും, ഇനി നിങ്ങൾ എന്തിനാ പണിയെടുക്കുന്നത്?
ഞങ്ങൾ എന്തു വേണമെങ്കിൽ ചെയ്തു തരാം. കബീർ പറയണ ഞാൻ പണിയൊന്നും എടുക്കണമല്ലോ, ഈ ശരീരത്തിന്റെ സ്വഭാവം അത് ചെയ്യണു, അതെനിക്ക് ആരാധനയാണ്, പൂജയാണ്. യദ്യത് കർമ്മ കരോമി തത്തത് അഖിലം ശംഭോ തവ ആരാധനം. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ആളുകളെ മനസ്സിലാക്കാൻ പറ്റില്ല. ചില ആളുകൾ ജീവിതാവസാനം വരെ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവര് ശാന്തരല്ലെന്നും സമാധാനം ഇല്ലാത്തവരൊന്നും അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവര് പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയൊന്നുമല്ല, അവര് വെറുതെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവും, ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ സ്വഭാവം അതാണ്. അവരെ വന്നിട്ട് നിങ്ങൾ ഒരിടത്തിരുന്ന് നാമം ജപിക്കൂ അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റില്ല. അത് അവരുടെ സ്വഭാവമല്ല, അവരുടെ നേച്ചറല്ല. ഈ നാമം ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ആളുടെ അടുത്ത് നീ പണിയെടുക്കൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പറ്റില്ല. ജ്ഞാനവിചാരം ചെയ്യുന്ന ആളുടെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അയാൾക്കും പറ്റില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ആളുകളുടെ ടെമ്പറമെന്റ് അനുസരിച്ചും അയാള് ജന്മജന്മങ്ങളായി കൊണ്ടുവന്നുള്ള സ്വഭാവത്തിനനുസരിച്ചുമാണ്. ഇതൊക്കെ ഈ ഗീതയിൽ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും ഭഗവാൻ പറയണത് നമ്മളുടെ കണ്ണാടി പോലെയാണ്. നമ്മളെ എവിടെ കാണുന്നു അതിനെ അംഗീകരിക്കലാണത്. നമ്മളുടെ രീതി എവിടെ, ചിലർക്ക് അവസാനം വരെ പണിയെടുക്കും. അപ്പൊ ചില ആളുകൾ വിചാരിക്കും ഇങ്ങനെ ഞാൻ പണിയെടുത്തുകൊണ്ടേ ഇരുന്നാൽ എന്നാണ് എനിക്ക് മോക്ഷം ഉണ്ടാവുക എന്ന് ഞാൻ ഏകാന്തമായി അവർക്കൊരു കോൺസെപ്റ്റ് ഒക്കെ വയ്ക്കും. ഇതൊക്കെ വിട്ടിട്ട് വേണം നാളെ എനിക്ക് ഒരിടത്തിരുന്ന് നാമം ജപിക്കാൻ. അങ്ങനെയൊന്നും ധരിക്കണ്ട. നിങ്ങൾക്ക് പണിയെടുക്കുന്നത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പണി അതുപോലെ എടുത്തുകൊണ്ടിരുന്നോളൂ. നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള സ്വാർത്ഥതയെ വിട്ടിട്ട് ആർക്കെങ്കിലും മംഗളം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ പോലെ ഈശ്വര ദർശനം അതിലുണ്ടാവും. ഇന്നലെ കഥ പറഞ്ഞ പോലെ ആ ട്രെയിനിലിരിക്കുമ്പോൾ ആ സീറ്റ് എടുത്തു കൊടുത്ത് അയാളുടെ മുഖത്തൊരു പ്രസന്നത കണ്ടില്ലേ? അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആർക്കെങ്കിലുമൊക്കെ ആനന്ദം ഉണ്ടാവണമെങ്കിൽ അത് ആരാധനയാണ്. നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ നിങ്ങൾ പലരിലൂടെയും ദർശിക്കും. പലരുടെ ഹൃദയത്തിലും സന്തോഷം ഉണ്ടാവുന്നതിലൂടെ ദർശിക്കും. നിങ്ങൾ വിശ്വാത്മാവായ വിരാട് പുരുഷനെ പല ശരീരങ്ങളിലൂടെ ഉപാസിക്കുന്നവനാണ് കർമ്മയോഗം ചെയ്യുമ്പോൾ. അവരവരുടെ കുടുംബത്തിലിരിക്കുമ്പോൾ ആ കുഞ്ഞ് എന്റെ കുഞ്ഞാണ്, അതിനുവേണ്ടി ഞാൻ ചെയ്യണു എന്നുള്ള സ്വാർത്ഥതയും ആ കുട്ടി നാളെ എല്ലാ കുട്ടികളെക്കാളും റാങ്ക് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹവും ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ എന്റെ ധർമ്മം ചെയ്യണു, കുട്ടിക്ക് ഊണ് കൊടുക്കുമ്പോൾ എന്റെ ധർമ്മം ചെയ്യണു, അതിനകത്തുള്ള ഭഗവാൻ പ്രസന്നനാവട്ടെ, നിസ്സംഗമായിട്ട് ചെയ്യുന്നു. അത് തന്നെ അടുത്ത വീട്ടിലെ കുട്ടിയാണോ കൊണ്ടാക്കണതെങ്കിൽ ഇതേപോലെ ചെയ്യും. ഇതിപ്പോ എന്റെ ഒന്നുമല്ല ഈ കുട്ടി, നമ്മൾ അജ്ഞാനം കൊണ്ട് ധരിക്കുകയാണ് എന്റെ കുഞ്ഞാണെന്നാണ്. ഏതോ ഒരു ജീവൻ നമ്മളെ ഒരു ചാനലാക്കി വെച്ചുകൊണ്ട് ലോകത്തിൽ അവതരിക്കുകയാണ്. അത് നമ്മള് അജ്ഞാനം കൊണ്ട് നമ്മളുടെ കുട്ടിയാണെന്ന് ധരിക്കുകയാണ്. അതൊന്നും നമുക്ക് അറിയുകയില്ല. അത് എവിടുന്ന് വന്നു എന്നും അറിയില്ല, എങ്ങനെ വന്നു എന്ന് അറിയില്ല. അത് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് ചൈതന്യം ഒരു രൂപം ധരിച്ച് മുമ്പിൽ വരികയാണ്. ഇതറിഞ്ഞുകൊണ്ട് നമ്മൾ ആരുടെ അടുത്തൊക്കെ ബന്ധപ്പെടുന്നു അവരൊക്കെ അങ്ങനെയാണ്. ഭാഗവതത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ സയേവ ധന്യാഹ ഭഗവന്ത യുദ്ധം യദ് വാസുദേവേ അഖിലലോകനാഥേ കുർവന്തി സർവാത്മകം ആത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്രഹ എന്നൊരു ശ്ലോകമുണ്ട്. ഭഗവാനെ എല്ലാ ഭൂതങ്ങളിലുള്ള ആത്മതന്ത്രനായിട്ട് അറിഞ്ഞുകൊണ്ട്, എല്ലാ ജീവന്റെ രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ ഭഗവാനാണോ വന്നിരിക്കണതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് സേവ ചെയ്യാൻ മാത്രമേ നമ്മൾക്ക് അധികാരമുള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ അധികാരമില്ല, എന്റേന്ന് പറയാൻ അധികാരമില്ല. അത് നമ്മളുടെ സീമയിൽ പെട്ടിട്ടൊന്നുമല്ല ഇവിടെ വന്നിരിക്കണത്. ഇവിടെ ലോകത്തിൽ നമുക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്. അവരുടെ അടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവര് പൂജ ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവരെ സന്തോഷിപ്പിക്കാം. സന്തോഷിപ്പിക്കാന്ന് വെച്ചാലോ അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും സന്തോഷിപ്പിക്കലല്ല. ചിലപ്പോൾ 4 പെട കൊടുക്കേണ്ടി വരും ഹിതത്തിനു വേണ്ടി. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണില്ലേ? ഹിതമാണ്. ഹിതത്തിനു വേണ്ടി പ്രിയം ചെയ്യാൻ പാടില്ല, ഹിതം ചെയ്യണം. ഹിതം ചെയ്യുമ്പോൾ ഉള്ളിലുള്ള അന്തര്യാമി സന്തോഷിക്കുകയും ശരീരമനസ്സുകൾ സന്തോഷിക്കാതിരിക്കുകയും ചെയ്തേക്കാം. വളരെ മിസ്റ്റീരിയസ് ആണത്. നമ്മളൊരു ജീവന് ഹിതം ചെയ്യുമ്പോ ഉള്ളിലുള്ള അന്തര്യാമി സന്തോഷിക്കും, ശരീരമനസ്സുകൾ സന്തോഷിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും കാണുന്നുണ്ട് അച്ഛനമ്മമാര് കുട്ടികളെ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില വീട്ടുകളിൽ അച്ഛൻ കുട്ടികളെ ലാളിക്കുകയില്ല, വളരെ ഗൗരവമായിട്ടൊക്കെ ഇരിക്കും. കുട്ടികൾക്ക് പേടിയാണ് അച്ഛനെയൊക്കെ. അങ്ങനെയൊക്കെ ആ കുടുംബത്തിലൊക്കെ വളർന്നു വന്ന കുട്ടികള് പിൽക്കാലത്ത് അച്ഛനെയും അമ്മയും ഒക്കെ ദൈവം പോലെ കണക്കാക്കിക്കൊണ്ട് ആരാധിക്കുകയും എന്തു വേണമെങ്കിൽ ചെയ്തു കൊടുക്കുകയും, അതേസമയം ചില അച്ഛനമ്മമാര് കുട്ടികൾക്ക് എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക, സിനിമയ്ക്ക് പോണോ, TV പോണോ, TV വാങ്ങിച്ചു കൊടുക്കുക,
കമ്പ്യൂട്ടർ വേണോ, എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവസാനം പിള്ളേരെ അവിടെയും ഇവിടെയും പോയി എന്തൊക്കെയോ ആയി തീർന്നിട്ട് അച്ഛനും അമ്മയും ഓൾഡ് ഏജ് ഹോമിലോ ഏതെങ്കിലും ഹോമിൽ കിടക്കും. തിരിഞ്ഞേ നോക്കില്ല. എന്തു പറ്റി? ഈ അച്ഛനും അമ്മയും പറയണം അവർക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തു, ഞങ്ങൾക്ക് അവർ തിരിച്ചൊന്നും തരണില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരെ നിങ്ങൾ അറിയാതെയാണ് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തത്. നിങ്ങൾ ചെയ്തു കൊടുത്തത് അവർക്കല്ല, അവരുടെ ശരീരവും മനസ്സിനുമാണ്. അതായത് ജയിലിൽ കിടക്കുന്ന പുള്ളിയെ ജയില് തുറന്നുവിടാൻ സഹായിക്കുന്നതിന് പകരം അയാളുടെ ജയിലിൽ 2-3 കമ്പി കൂടെ വെച്ചു കൊടുക്കുകയും ഉള്ള കമ്പിയിൽ പെയിന്റ് അടിച്ചു കൊടുക്കുകയും ജയിൽ ചുമരിന് ചായം പൂശി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ പോലീസ് ഓഫീസർ പറയാണ് ഞാൻ അയാൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ്. നിങ്ങൾ ജയിലിനാണ് പെയിന്റ് അടിച്ചു കൊടുത്തത്. ജയിലിന്റെ ഉള്ളിൽ അയാൾക്ക് കുറച്ച് സുഖമൊക്കെ കൊടുത്തുമായിരിക്കും. അയാൾക്ക് ജയിലിന്റെ കമ്പിയുടെ ഉള്ളിൽ കൂടെ ഓരോന്നൊക്കെ ഇട്ടുകൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. പക്ഷെ ജയിലിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ ജീവനും അറിയില്ലേ, അത് പറയും എനിക്ക് ചോക്ലേറ്റ് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം. കുട്ടി ചോദിച്ചു, എല്ലാം വാങ്ങിച്ചു കൊടുത്തു അച്ഛൻ. കുറെ കഴിയുമ്പോ ഈ ഉള്ളിലുള്ള ജീവൻ കിടന്ന് പെടയാണ്. അതിന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തത് ഈ അച്ഛനമ്മമാർ കുറച്ച് നിയന്ത്രിച്ചു കൊടുക്കുമ്പോ ഉള്ളിലുള്ള ജീവൻ ഒരു ശാന്തി ഉണ്ടാവും. അതിന് ഹിതം ചെയ്യാണ് നിങ്ങൾ. അതിന് പകരം അതിനുള്ള വൃത്തികേടുകൾ, അത് ആകപ്പാടെ പാവം സ്വയം നിയന്ത്രണമില്ലാതെ വന്ന് ശരീരത്തിൽ പെട്ടിരിക്കുന്നു. ആ ശരീരത്തിൽ ഇനിയും കുറച്ച് ചാപല്യൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ കുട്ടിക്ക് നല്ലത് ചെയ്തു എന്ന് പറയുന്ന അച്ഛനമ്മമാര് ഉള്ളിലുള്ള അന്തര്യാമി ശപിച്ചു ദൂരെ എറിഞ്ഞിട്ടാണ് ആ മക്കൾ എവിടെങ്കിലേക്കൊക്കെ പോണത്. ഓരോ ജീവനും ഇവിടെ മോക്ഷത്തിന്റെ ബീജവും കൊണ്ടാണ് വരുന്നത്. ഓരോ ജന്മവും അതിനൊരു ചാൻസാണ്. എവിടെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ നോക്കുകയാണ് ആ ജീവൻ. അപ്പൊ അച്ഛനെ അമ്മയെ ഒക്കെ കാണുമ്പോ ആ ജീവൻ ചോദിക്കുകയാണ്, എനിക്ക് എവിടെയും വഴി കാണിച്ചു തരൂ, വഴി കാണിച്ചു തരൂ എന്നാണ് അതിന്റെ പ്രാർത്ഥന. അപ്പൊ ലോകത്തിൽ വരുമ്പോ നമുക്ക് ഓരോരുത്തർ, അതുപോലെ കുഞ്ഞു മാത്രമല്ല, നമ്മളുടെ വീട്ടിലുള്ള മുത്തശ്ശൻ, മുത്തശ്ശി, ബന്ധുക്കൾ, നമുക്ക് അടുത്തുള്ളവരെയൊക്കെ സാധിക്കുന്ന രീതിയിൽ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് പതുക്കെ 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 അവരുടെ അന്തര്യാമിയെ ഉണർത്താൻ പറ്റുമോ നോക്കാം. എന്നുവെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു ത്യാഗം, വൈരാഗ്യം, ശാന്തി, ഭഗവത് ഭക്തിക്കുള്ള വഴി എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ കടക്കൂ എന്ന് ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കർമ്മയോഗമാണ്. അത് ആരാധനയാണ്, കർമ്മയോഗമാണ്. ഭക്തി, സാധനാഭക്തി. സാധനാഭക്തി എന്ന് പറയുന്നത് കർമ്മയോഗമാണ്. നമ്മൾ പൂജ ചെയ്യുന്നുണ്ടല്ലോ, ഭഗവാൻ അർഘ്യം, പാദ്യം, നിവേദ്യം, ആചമനം, സ്നാനം എന്നൊക്കെ പറയണ്ടല്ലോ, അത് നമ്മൾ ചെയ്യാനുള്ള കർമ്മയോഗത്തിന് ഒരു ട്രെയിനിങ് മാത്രമാണ്. വരുന്ന അതിഥികളിലും മുമ്പിൽ കാണുന്നവരിലും ഒക്കെ ഇതൊക്കെ ചെയ്യണമെന്നാണ്. അങ്ങനെ സർവഭൂതങ്ങളിലും അന്തര്യാമിയായി നിൽക്കുന്ന ഭഗവാനെ ഉപാസിക്കുന്നത് കർമ്മയോഗമാണ്. കർമ്മയോഗം തന്നെ ഭക്തിയോഗമാണ്, സാധനാഭക്തിയാണ്. ഒരു ചുരുക്കത്തിൽ സാധനാഭക്തി, അനുഭവഭക്തി, പരാഭക്തി എന്ന് ഈ മൂന്നിനെയും പറയാം. കർമ്മയോഗം സാധനാഭക്തിയാണ്, ജ്ഞാനയോഗം അനുഭവഭക്തിയാണ്, ഭക്തിയോഗം എന്ന് നമ്മൾ വാസ്തവത്തിൽ പറയേണ്ടത് പരാഭക്തിയാണ്. അതായത് അത് ലക്ഷ്യമാണ്. കാണുന്നതൊക്കെ ഭഗവാനാണെന്നും ഭഗവത് അനുഭവമേ ഉള്ളുവെന്നും ഒക്കെ വിട്ടുപോയി എന്നും ഭഗവാൻ അല്ലാതെ ഒന്നുമില്ലാതെ സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവമാത്മനഃ എന്ന് പറയുന്നത് ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ സാധനാഭക്തിയിൽ തുടങ്ങണം. നമ്മളുടെ സ്വാർത്ഥതയെ പതുക്കെ 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 യജിക്കണം. ബുദ്ധിമുട്ടാണെങ്കിലും ആദ്യം ഈ അറിവ് നമുക്ക് പ്രയോജനപ്പെടും. നമ്മൾ ഇത്രകാലം ധരിച്ചിരിക്കുന്നത് സ്വാർത്ഥതയെ പോഷിപ്പിക്കുന്നതിലാണ് സുഖമെന്ന്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു സ്വാർത്ഥതയെ യജിക്കൂ എന്ന് പറയുന്ന അറിവ് ഉള്ളിൽ വെച്ചുകൊണ്ട് ഇനിമേലാൽ ജീവിക്കുകയും പതുക്കെ 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 നമ്മളെ തന്നെ യജിച്ച് ശുദ്ധം ചെയ്യുകയും ചെയ്യുമ്പോ ഭക്തി സാധന പതുക്കെ 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 മേലെ പോകും. അങ്ങനെയുള്ള കർമ്മയോഗം ആണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ് ജ്ഞാനികളായിട്ടുള്ളവർ ഏതൊന്നിനെ നേടുമോ തദ് യോഗൈരപി ഗമ്യത്തെ, യോഗം കൊണ്ട്, കർമ്മയോഗം കൊണ്ടും നേടും. അവര് ശരീരം മനസ്സൊക്കെ വിട്ടുപോകുവരെ. അതായത് ചുരുക്കത്തിൽ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിന് വേണ്ടി, മനസ്സിന് വേണ്ടി സദാ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ചിന്തകളൊക്കെ മറ്റുള്ളവർക്ക് ഹിതം എങ്ങനെ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നു. ബുദ്ധി കൊണ്ടുള്ള അറിവൊക്കെ തന്നെ ലോകമംഗളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഉള്ളിലുള്ള അഭിമാനം പതുക്കെ കെട്ടുപോകും. എന്താണെന്ന് വെച്ചാൽ ഒന്നും അതിന് കിട്ടണില്ല. ശരീരം പ്രവർത്തിക്കണു, പക്ഷെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി, എന്തിനെങ്കിലും വേണ്ടി പ്രവർത്തിക്കണു. മനസ്സുകൊണ്ട് ചിന്തിക്കണു, പക്ഷെ ചിന്തകളൊന്നും എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടി ചിന്തിച്ചാലേ എനിക്ക് ദുഃഖമുള്ളൂ. ചിന്തകളൊക്കെ തന്നെ ലോകഹിതത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ആവുമ്പോ അവര് സംശുദ്ധരാവും. പതുക്കെ പതുക്കെ ഒക്കെ വിട്ടുപോകും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിച്ചാൽ ചിന്തകൾ നിൽക്കില്ല. എപ്പോഴും അഭിമാനവൃത്തിയുടെ ഒട്ടി നിന്നാലേ ചിന്തകൾ നിൽക്കുകയുള്ളൂ. എന്ത് ചിന്തയും നിൽക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുമ്പോഴേ നിൽക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിച്ചാൽ ആ കർമ്മം കഴിഞ്ഞ് ആ ചിന്തയും കെട്ടുപോകും.
ഇപ്പൊ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോ ഓഫീസ് കാര്യമൊക്കെ ടെൻഷനോടുകൂടെ ചിന്തിക്കും. അത് കഴിഞ്ഞാലോ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ ആ ടെൻഷൻ ഉണ്ടാവുമോ? പോയി അല്ലേ? എന്തുകൊണ്ട് പോയി? അത് എന്റെ ആണെന്നുള്ള വിചാരം ഇല്ലാത്തത് കൊണ്ട് അത് കഴിഞ്ഞത് അത് പോയി. ബാങ്കിൽ എത്ര പണമാ അങ്ങോട്ട് കൊടുത്തും വാങ്ങുകയൊക്കെ ചെയ്യണത് കാഷ്യർ, അയാൾക്ക് വല്ലതും ഓർമ്മയുണ്ടാവോ? അത് കഴിഞ്ഞിട്ട് ഇത്ര പണം ഉണ്ടെന്ന് അഭിമാനിക്കുവോ? ഒന്നും അയാൾക്കില്ല. അത് തന്റെ അല്ലാന്ന് അംഗീകരിച്ചത് കൊണ്ട് അത് എത്ര ചെയ്താലും അയാളെ ബന്ധിക്കില്ല. അതേപോലെ യത് സാഖ്യൈഹി പ്രാപ്യതേ സ്ഥാനം തദ് യോഗൈരപി ഗമ്യത്തെ അതഃ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി ഫലൈകത്വാത് സഹ പശ്യതി സമ്യക് പശ്യതി. അതിനാണ് സമ്യക് ജ്ഞാനം എന്ന് പേര്. രണ്ടും ഒന്നാണ്. കർമ്മയോഗി ക്രമേണ സാഖ്യയോഗിയായിട്ട് തീരും, സന്യാസിയായിട്ട് തീരും. ക്രമേണ അയാളുടെ ശരീരം ശുദ്ധമാവും. ശരീരത്തില് നമ്മൾ ഓരോ സ്വാർത്ഥ ചിന്ത വരുമ്പോഴും ആ സ്വാർത്ഥ ചിന്ത ഒരുതരം വൈബ്രേഷൻ നമ്മളുടെ ശരീരകോശങ്ങളിലൊക്കെ ഉണ്ടാക്കും. നമുക്ക് കാണാം. നിസ്വാർത്ഥരാകുമ്പോ അവർക്കൊരു അലൗകിക സൗന്ദര്യം വരുന്നു. ആ സൗന്ദര്യം എവിടുന്ന് വരുന്നു എന്ന് വെച്ചാൽ സ്വാർത്ഥം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. എനിക്ക് വേണം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ചില വികാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും നമ്മൾക്ക് കാണാം പ്രത്യേക തരത്തിലുള്ള സ്പന്ദനം. നമ്മൾ നിസ്വാർത്ഥമാവുമ്പോ, ശരിയായ ഭക്തി ഉണ്ടാവുമ്പോ, സ്നേഹം ഉണ്ടാവുമ്പോ, ശാന്തി ഉണ്ടാവുമ്പോ കാണാം കോശത്തിലെ ഓരോ കോശങ്ങളിലും തീർത്ഥം പ്രവഹിക്കുന്ന പോലെ ഒരു ശീതളത. അപ്പൊ നിത്യനിരന്തരം തന്റെ ശരീരത്തിനെ തന്റെ സ്വാർത്ഥമായ ചിജ്ജടഗ്രന്ഥിയോട് ബന്ധപ്പെടാതെ ലോകമംഗളത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ആ കോശങ്ങളിൽ എന്തു പ്രവഹിക്കും? എന്തോ ഒരു അലൗകികത പ്രവഹിക്കും. കുറെ കഴിയുമ്പോൾ ആ ശരീരം ശുദ്ധമാവും, ട്രാൻസ്പെറന്റ് ആവും. അയാളുടെ ചിത്തവും ശുദ്ധമാവും. ചിത്തവും ശരീരവും ഒക്കെ ഒന്നാണ്. ചിത്തത്തിന്റെ മിടിപ്പ് ശരീരത്തിൽ കാണാം അല്ലേ? ഓരോ തരം വികാരങ്ങൾ വരുമ്പോ ശരീരത്തിൽ ഓരോ തരത്തിലുള്ള മിടിപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് തന്നെ കാണാം. ദേഷ്യം വരുമ്പോ ശരീരം മുഴുവൻ എരിഞ്ഞ് പുകഞ്ഞു നിൽക്കുന്നത് കാണാം. ടെൻഷൻ ഉണ്ടാവുമ്പോ, ഡിപ്രഷൻ ഉണ്ടാവുമ്പോ, നമ്മളുടെ കാര്യം സാധിക്കാതെ വരുമ്പോ, നമ്മളെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ, അപ്പോഴൊക്കെ കാണാം മനസ്സ് മാത്രമല്ല ശരീരത്തിൽ ഓരോ കോശത്തിലും അടിവയറ്റ് നിന്ന് തലനാര് വരെ ഓരോ തരത്തിലും നമ്മൾക്ക് ടെൻഷൻ, ആ ഡിപ്രഷൻ നമ്മളുടെ ശരീരത്തിൽ മുഴുവൻ തൊടുന്നത് കാണാം. അപ്പൊ ചിത്തം ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. ശരീരാകാരം പൂണ്ട് അന്നമയത്തിന്റെ ആകാരം പൂണ്ട് തന്നെയാണോ മനോമയ കോശം നിൽക്കുന്നത്? അത് പ്രാണമയ കോശം നടുവിലുള്ളതിനെയും അത് ബാധിക്കണം. അപ്പൊ പ്രാണന്റെ ഒഴുക്കിനെയൊക്കെ തടസ്സപ്പെടുത്തും. യോഗം പൂർണ്ണമാണ്, ഒന്നും വരെ നിൽക്കില്ല. അപ്പോ നിസ്വാർത്ഥനാവുന്ന ആളുടെ നിസ്വാർത്ഥത അയാളുടെ ശരീരത്തിലെ ഓരോ കോശത്തിനെയും ശുദ്ധമാക്കും, ശരീരത്തിനെ തന്നെ ശുദ്ധമാക്കും. ശരീരത്തിൽ അലൗകികത വരുന്നത് ശരീരത്തിൽ നിന്ന് അയാൾ വിടുന്നത് കൊണ്ടാണ്, അല്ലാതെ ശരീരത്തിൽ അയാൾ പറ്റി നിൽക്കുന്നത് കൊണ്ടല്ല. അയാളുടെ ഉള്ളിലുള്ള ചിജ്ജടഗ്രന്ഥി, അഭിമാനഗ്രന്ഥി ദേഹസംബന്ധ വിച്ഛേദം വരുത്തുന്നത് കൊണ്ട് ദേഹത്തിലൊരു അലൗകികമായ ശാന്തി, ശീതളത ഉണ്ടാവും. അതാണ് സുഖം ബന്ധാത് പ്രമുച്യത്തെ എന്ന് പറയുന്നത്. അപ്പോ അയാൾ ക്രമേണ എന്താവും? വാസ്തവത്തിൽ ജ്ഞാനയോഗത്തിന് അധികാരിയാവും. കർമ്മയോഗം കൊണ്ട് ശരീരമനസ്സുകളെ തനിക്ക് വേണ്ടി ഉപയോഗിക്കാതെ പരിശീലിച്ച ആൾക്ക് ഒരു ഘട്ടത്തിൽ ഈ ശരീരം നീയല്ല, ഈ മനസ്സ് നീയല്ല, ബുദ്ധി നീയല്ല, നീ അതിന് പുറകിലൊക്കെയുള്ള നിത്യശുദ്ധമായ വസ്തുവാണെന്ന് പറയുമ്പോൾ അയാൾക്കതിൽ ചിത്തം ലഗ്നമാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രദ്ധ അവിടെ പോയി നിൽക്കാൻ ഒരു വിഷമമില്ല. പലപ്പോഴും സ്ത്രീകൾക്ക് ഈ അധ്യാത്മ വിഷയങ്ങൾ പെട്ടെന്ന് പിടികിട്ടുന്നുണ്ട്. അതിന് കാരണം നമ്മളുടെ പരമ്പരയില് സ്ത്രീകൾക്ക് കർമ്മയോഗത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, സന്ദർഭം. ഇപ്പോഴത്തെ കാലത്തെ സ്ത്രീകളുടെ കാര്യമല്ല പറഞ്ഞ, അടുക്കളപ്പണി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അടുക്കളപ്പണി മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ശമ്പളമൊന്നും ആരും തരാൻ പോണില്ലല്ലോ, റെക്കഗ്നീഷനും കിട്ടില്ല അല്ലേ? ആരും അവാർഡ് തരില്ല. നിങ്ങളുടെ ഭർത്താവിന് വേണമെങ്കിൽ വല്ല അവാർഡൊക്കെ കൊടുക്കുമായിരിക്കും, സോഷ്യൽ സർവീസിന് അവാർഡ് കൊടുക്കുമായിരിക്കും ചിലപ്പോ, പക്ഷെ ഭാര്യയ്ക്ക് കിട്ടില്ല. അവര് പാവം എത്രയോ കാലമായി സർവീസ് ചെയ്യണം, ഒന്നും റെക്കഗ്നീഷൻ ഇല്ല. അവരത് സ്വീകരിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് അവർ സന്തോഷപ്പെടുന്നു. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോ സഹജമായ അംഗീകരിച്ചിരിക്കുന്ന ജോലി തന്നെ അവർക്കൊരു കർമ്മയോഗത്തിനൊരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അവരായിട്ട് കേടുവരുത്തിയാലേ ഉള്ളൂ. അങ്ങനെയാണ് പലരും ഭഗവാൻ നമ്മൾക്ക് കൃപയായ ഒരു സ്ത്രീ ശരീരം തരികയും കൃപയാ
നമ്മളുടെ ജീവിതം പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവുന്നത് നമ്മളെ ആര് നോക്കും എന്നാണ്. ആ ടെൻഷനും ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. കുടുംബത്തിലൊരു ഭാഗമായി ആരോ പണിയെടുക്കണു, നമുക്ക് ഭക്ഷണം കിട്ടും, അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഭർത്താവ് കൊണ്ടുവന്ന് പണമൊക്കെ വാങ്ങി വെച്ചാൽ പോലും അതിനൊന്നും ആലോചിക്കില്ല. അതൊക്കെ വ്യവഹാരമൊക്കെ ചെയ്യും. എന്നാലും തന്റെ ജോലിക്ക് തനിക്ക് ശമ്പളവും ഇല്ല. അത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിലും ഭഗവാൻ പറഞ്ഞ ആ വിപ്രപത്നികൾക്ക് കിട്ടിയത് ബ്രാഹ്മണർക്ക് കിട്ടാതിരിക്കാൻ കാരണം എന്താ? അവർക്ക് സഹജമായി ദർശയൻ ലൗകികീം ഗതിം എന്ന് ഭാഗവതത്തിൽ കൃഷ്ണൻ തന്നെ പറഞ്ഞു. സ്ത്രീകൾക്ക് അതിനുള്ള ചാൻസ് കുറച്ച് കൂടുതലായിട്ട് ഭഗവാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് കർമ്മയോഗത്തിന്. ഇന്ന് ഗീതയിൽ ഇത് പറഞ്ഞു കണ്ടില്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി നിങ്ങൾ പറഞ്ഞാൽ അത് പോയി പോകും. അതിൽ അഭിമാനിച്ചാൽ അത് പോയി പോകും. പക്ഷെ അതൊരു സന്ദർഭമാണ്, ചാൻസ് ആണ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. കർമ്മം കർമ്മയോഗമായിട്ട് തീരും. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്തേയ മുക്തസംഗ സമാചര. ആ ഒറ്റ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, കർമ്മമല്ല ബന്ധകാരണം, യജ്ഞത്തിനായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഒഴിച്ചുള്ള കർമ്മങ്ങൾ കൊണ്ട് ലോകത്തിലെല്ലാവരും ബന്ധപ്പെടുന്നു ഹേ അർജുന. അതുകൊണ്ട് യജ്ഞത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യൂ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. ഗംഭീരമായ ശ്ലോകമാണ്. യജ്ഞത്തിനായിക്കൊണ്ട് അല്ലാതുള്ള കർമ്മങ്ങൾ കൊണ്ട് എല്ലാവരും ബന്ധപ്പെട്ട് കിടക്കാണ്. അതുകൊണ്ട് അർജുന യജ്ഞത്തിനായി കർമ്മം ചെയ്യും. നിനക്ക് വേണ്ടി ചെയ്യണ്ട, ചെയ്തുകൊണ്ടേയിരിക്കൂ. നിനക്ക് പാരമാർത്ഥികമായി ഹിതം ഉണ്ടാവും. തന്നെ ആര് സഹായിക്കുന്നു, തനിക്ക് ആര് എന്തെങ്കിലുമൊക്കെ പേര് തരുന്നു, താൻ ചെയ്യുന്ന നന്മയെക്കുറിച്ച് ആരെങ്കിലും പറയുന്നു, ഒന്നും നോക്കാതെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമി പ്രസാദിക്കുന്നുവെന്നും തന്റെ പ്രാരബ്ധം ഒഴിഞ്ഞു പോകുന്നുവെന്നും തന്റെ കർമ്മം ലോകത്തിന് വിശ്വാത്മാവായുള്ള ഭഗവാന് പൂജയാണെന്നും എന്തെങ്കിലും ഒരു ഭാവത്തിനെ സ്വീകരിച്ച് ചെയ്ത് പതുക്കെ യജിച്ചങ്ങോട്ട് നീക്കുക. അങ്ങനെയാണെങ്കിൽ കർമ്മം ബന്ധിക്കില്ല. അത്തരത്തിലുള്ള കർമ്മം കൊണ്ടല്ലാതെ സന്യാസം എന്ന് പറയുന്ന ത്യാഗം, സമ്പൂർണമായ ത്യാഗം, അതായത് ജീവൻ മുക്തി, പരമഹംസസ്ഥിതി, കൈവല്യം, ഏകാന്തയോഗിത്വം ഉണ്ടാവുന്നത് വളരെ വിഷമാണ്. ഇങ്ങനെയുള്ള കർമ്മം കൊണ്ട് ചിത്തശുദ്ധി നേടാതെ ഏകാന്തയോഗിത്വം കാക്ഷിക്കുന്നവൻ അരേന്നത്തിനെ കണ്ടു പറക്കുന്ന കാക്കയെ പോലെയാണെന്നാണ് നമ്മുടെ ഹരിനാമകീർത്തനക്കാരൻ പറയണത്. അയാൾക്ക് അരയന്നം പറക്കണത് കണ്ട് കാക്ക പറന്നാൽ ശരിയാവോ? അതുപോലെ പരമഹംസന്മാരെ കണ്ടിട്ട് ആശിച്ചിട്ട് കാര്യമില്ല. അതുപോലെ ആവണമെന്ന്. നിനക്ക് ഇവിടെ ഉള്ള ചങ്ങലകൾ ഓരോന്നായി മുറിച്ചു കളയണം. അതിനെന്ത് വേണം? നിസ്വാർത്ഥമായി പ്രവർത്തിക്കണം. അപ്പൊ എന്താവും? പ്രവൃത്തിയുടെ വേഗം കെട്ടടങ്ങും, സ്വാർത്ഥതയും കെട്ടടങ്ങും, ശാന്തമാവും. ആ ശാന്തമാവുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ആ അന്തര്യാമി തന്നെ ഏതെങ്കിലും രൂപം ധരിച്ചു പുറത്തു വന്ന് തത്വോപദേശം ചെയ്യും. ഞാൻ നിന്റെ ഉള്ളിലുണ്ട് എന്ന് പുറത്തു വന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോവും. നമ്മളെ പിടിച്ച് ഉള്ളിൽ കൊണ്ടുപോകും. അപ്പോ നമ്മള് ഉള്ളിലുള്ള സത്തയെ കാണും, ജനനമരണങ്ങളെ ജയിക്കും, അമൃതാനുഭവത്തിനെ നേടും, ശോകമകലും, ചിത്തം അമലമാവും, സത്യത്തിനെ അകമേ കണ്ടെത്തി സ്വാത്മസുഖം അനുഭവിക്കും, ബ്രാഹ്മീ സ്ഥിതിയിൽ ഇരിക്കും, ബ്രഹ്മനിർവാണ സ്ഥിതിയിലിരിക്കും. ഇതാണ് ഗീതയുടെ ലക്ഷ്യസ്ഥാനം ആയ ധാമം. അതിനാണ് കർമ്മയോഗത്തിനെ വലിയ അനുഗ്രഹമായിട്ട് ഭഗവാൻ പറഞ്ഞത്. ഇനിയും തുടർന്ന് നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.